ഹായ് ഓൾ. സോ ടാർഗറ്റ് CUET 2023 ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫിസിക്സിൻ്റെ 4ാമത്തെ സെഷനാണ് നോക്കുന്നത്. അപ്പം കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ഒരു സെഷനിലും നമ്മൾ ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പം ടാർഗറ്റ് CUET എന്തിന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് CUET പറഞ്ഞ എക്സാം ജസ്റ്റ് കഴിഞ്ഞ വർഷം 2022 സ്റ്റാർട്ട് ചെയ്തൊരു എക്സാമാണ്. അതിന് മുന്നേ CUCET എന്ന് പറഞ്ഞ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മാത്രമായിട്ട് നടത്തിയിരുന്ന ഒരു എക്സാമിനെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് അഡ്മിഷൻ നേടിത്തരുന്ന ഒരു എക്സാമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം JNU പോലത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്ന ഒരു എക്സാമാണ് CUET. അപ്പം 2022 ആണിത് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് പലർക്കും ഇതിനെക്കുറിച്ച് വലിയൊരു ഐഡിയ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം 2023 നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് CUET 2023 പറഞ്ഞിട്ടുള്ള ഒരു സെഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് എടുത്ത് അതിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് എടുത്ത് അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ ഫിസിക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇനി CUET പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 2023 CUET എഴുതുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് Prepwise നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട്സുകൾ, അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 2023 എഴുതുന്നത്, അതായത് ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് കയറാൻ വേണ്ടി ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതോടൊപ്പം തന്നെ ഇനി 2024 നിങ്ങൾ CUET എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് ആ +1 സ്റ്റുഡൻസിന് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോഴേ ഒന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പും അവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. CUET ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ആ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് CUETയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ Prepwiseൻ്റെ കോഴ്സിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒരു ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ഒരു നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ട് രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് യൂഷ്വലി JEE, NEET പോലത്തെ എക്സാംസിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസുമായിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം. അവരൊക്കെ കുറച്ച് മുന്നേ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങളും ഓൾറെഡി ഇതിലേക്ക് CUETക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്യുവർ സയൻസ് അല്ലെങ്കിൽ ആ രീതിയിലാണ് നിങ്ങളുടെ കരിയർ വിഷനെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. കൂടുതൽ താമസിപ്പിക്കാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2022 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫിസിക്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് de Broglie wavelength associated with an electron accelerated through a potential difference of 10⁴ volts is എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇത് നമുക്ക് വരുന്നത് നമ്മുടെ +2 ചാപ്റ്റേഴ്സിന് ലാസ്റ്റ് ഭാഗങ്ങളിലേക്കാണ്, നമ്മുടെ വേവ്സിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. അതേപോലെ തന്നെ ആറ്റംസ്, ന്യൂക്ലിയയുടെ ഭാഗത്തേക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1.23 × 10⁻⁹ മീറ്റർ, 10⁻10 മീറ്റർ, 11 മീറ്റർ, 12 മീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു ടേമിനാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് de Broglie വേവ് ലെങ്ത് എന്താണെന്ന് നമുക്കറിയാം. ലാംഡ = h/Planck's constant by momentum. സോ ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ടേംസിലേക്ക് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ ഒരു ടേംസിലേക്ക് നമുക്ക് എഴുതുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ ആണ് 2mEV. ഓക്കെ, de Broglie വേവ് ലെങ്ത്തിൻ്റെ മറ്റൊരു ഫോമാണ് ഇത്. നമുക്ക് വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനും അതിൻ്റെ ഒപ്പം തന്നെ ചെയ്യാം. ലാംഡ = h എത്രയാണ് നമുക്കറിയാം, 6.6 × 10⁻34 ഡിവൈഡഡ് ബൈ √2 × മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ എത്രയായിരുന്നു? 9.1 × 10⁻31 × 1.6 × 10⁻19 × 10⁴ വോൾട്ട്സ് ആണ് നമുക്കറിയാം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ലാംഡ will be equal to 6.6 divided by
ഇത് ഈ എല്ലാ കോൺസ്റ്റൻസും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5.4 ഇൻറ്റു 10⁻³ ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ ഇവിടുത്തെ എല്ലാം കൂടി കൂടുമ്പോൾ -31 പ്ലസ് -19 10⁻⁴. സോ -31 പ്ലസ് -19 വിൽ ബി -50 ഇൻറ്റു പ്ലസ് 4 എത്രയായിരിക്കും -46. അതിൻ്റെ റൂട്ട് എടുക്കുമ്പം ഡിവൈഡഡ് ബൈ 2. സോ ദാറ്റ് വിൽ ബി 10⁻23. ഓക്കെ, നമുക്കിവിടെ 10⁻23 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10⁻34 plus 23, that will be equal to -11. So option number 3 is the right answer. Okay, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇവിടെ ജസ്റ്റ് നമ്മൾ അതിന്റെ പവേഴ്സ് മാത്രം ഒന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കറക്റ്റ് കിട്ടുന്നതാണ്. ഓപ്ഷൻ നമ്പർ 3 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനും സിമിലർ ആയിട്ടുള്ള നമ്മുടെ ത്രഷോൾഡ് വേവ് ലെങ്ത് ആൻഡ് നമ്മുടെ ലൈക്ക് ആ ഒരു പാർട്ടിൽ നിന്നാണ് വരുന്നത്. ഫോട്ടോ സെൻസിറ്റിവിറ്റി ഒക്കെ ഉള്ള ആ പാർട്ടിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. A radiation of wavelength lambda less than lambda naught, the threshold wavelength, incident on a photosensitive metal surface. The plot shows the variation of stopping potential 1 by lambda, stopping potential with 1 by lambda using the graph value of Planck's constant എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ പ്ലാങ്ക് കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഈ ഗ്രാഫിൽ നമുക്കറിയാം EV is equal to HV frequency minus HV2 എന്ന് പറയാം. ഇത് നമുക്ക് if this is the stopping point threshold ആണെങ്കിൽ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഇത് നമുക്ക് എങ്ങനെ നമുക്കിത് കാണാൻ പറ്റുന്നത്? E into Y is equal like ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രീക്വൻസി എന്താണ്? സോ ദിസ് വിൽ വി ക്യാൻ റൈറ്റ് ആസ് C by lambda അല്ലേ? C by lambda നമ്മൾ C by lambda എന്ന് എഴുതി. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് V വേഴ്സസ് 1 by lambdaന്റെ ഗ്രാഫാണ്. അപ്പം ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Y is equal to mx plus c ആണെങ്കിൽ നമുക്ക് ഈ ഒരു അതും ഇതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് അത് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ V is equal to m into 1 by lambda plus some c നോട്ട് എന്നിടാം. ഇവിടെ c നോട്ട് എന്നിടാം. ഓക്കെ, അപ്പം നമ്മളിത് കമ്പയർ ചെയ്യാം. ഈ ഒരു ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? m is equal to hc by e എന്ന് കിട്ടും അല്ലേ? hc by e എന്ന് കിട്ടും. സോ ഇവിടെ എന്താണ് ഇതിന്റെ സ്ലോപ്പ് ആണ് എന്ത്? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു m. അപ്പം ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഇസ് ഈക്വൽ ടു hc by e എന്ന് കിട്ടി. സോ സ്ലോപ്പ് എന്താണ്? y by x ആണ്. സോ y is b by a is equal to hc by e. സോ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? hc by e is equal to b by a implies h is equal to be by ac. ഇത് ഓപ്ഷൻ നമ്പർ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അടുത്ത ക്വസ്റ്റ്യൻ ബോർസ് മോഡൽ ആറ്റം മോഡലിൽ നിന്നാണ്. Bohr's atom model is applicable for hydrogen atom, helium, singly ionized helium, lithium, doubly ionized lithium. Choose the correct option from the below. അപ്പം ഇതിൽ ഏതൊക്കെയാണ് ബോർസ് മോഡൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ആറ്റംസ് അല്ലെങ്കിൽ ആറ്റംസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരൊറ്റ പോയിന്റ് ആണ്, സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റമാണ് ബോർസ് ആറ്റം മോഡൽ ഫോളോ ചെയ്യുക. ഒരു സിംഗിൾ ഇലക്ട്രോൺ സിസ്റ്റം ഉണ്ടെങ്കിൽ ലൈക്ക് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആണ് ബോർസ് ആറ്റം മോഡൽ ഫോളോ ചെയ്യുക. സോ ഹൈഡ്രജൻ ഒബ്വിയസ്ലി അവിടെ ഉണ്ടാവും. ഹൈഡ്രജൻ പോലത്തെ സാധനം എന്ന് പറയുമ്പോൾ സിംഗിൾ ഇലക്ട്രോൺ ഉള്ളത്. ഹീലിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? 2 ഇലക്ട്രോൺ ഉണ്ട്. സിംഗ്ലി അയണൈസ്ഡ് ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ്? He+. അതിന് എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 1 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? C ഉണ്ടാവും. ലിഥിയത്തിന് എത്ര ഇലക്ട്രോൺ ഉണ്ട്? അതേപോലെ തന്നെ 2 ഇലക്ട്രോൺ ഉണ്ട്. 3 ഇലക്ട്രോൺ ഉണ്ട്. നമുക്ക് ഡബ്ലി അയണൈസ്ഡ് ലിഥിയം എന്ന് പറയുമ്പോൾ Li2+, അതിന് 1 ഇലക്ട്രോൺ ഉണ്ടാവും. സോ A, C and E will be our right answer. ഓപ്ഷൻ നമ്പർ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടറിന്റെ കോമ്പണൻസ് ആണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫ്യൂവൽ, കൺട്രോൾ റോഡ് തന്നിട്ടുണ്ട്, മോഡറേറ്റർ, കൂളന്റ്, അതിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ആണ് ചോദിച്ചിരിക്കുന്നത്.
ഫ്യൂവൽ എന്താണ്? യുറാനിയം 239 നല്ലൊരു ഫ്യൂവലാണ്. സോ വി ക്യാൻ ഡയറക്ട്ലി സേ എ ഇസ് 3. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബി എന്താണ്? ഒരു കൺട്രോൾ റോഡ്. യൂഷ്വലി കാഡ്മിയം ഒരു കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദിസ്. മോഡറേറ്റർ യൂഷ്വലി എന്താണ്? ഒരു നമ്മുടെ ഡ്യൂട്ടീരിയം ലൈക്ക് ഹെവി വാട്ടർ ആൻഡ് കൂളൻ്റ് യൂഷ്വലി യൂസ് ചെയ്തിരിക്കുന്നത് H2O ആണ്. ഓക്കെ, സോ 1 let me check 1 A3 ആവുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ B4 C1 ആൻഡ് D2 ഓപ്ഷൻ നമ്പർ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇൻ ദ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ദ ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഫോർ ലൈമൻ സീരീസ് ലൈമോൺ അല്ല, ലൈമാൻ സീരീസ് ആണ്. ലൈമൻ സീരീസ് ടു ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഓഫ് ബാൽമിയർ സീരീസ് ഇസ്. ബാൽമർ സീരീസ്. സോ നമ്മുടെ നമ്മുടെ ഹൈഡ്രജൻ സീരീസ് എന്തായിരുന്നു? n=1, n=2, n=3, n=4, n=5. n=1 നിന്ന് പോകുന്നത് നമ്മൾ പറയുന്ന സാധനമാണ് ലൈമൻ സീരീസ്. n=2 നിന്ന് പോകുന്നത് നമ്മൾ ബാൽമർ സീരീസ് എന്ന് പറയും. അതിൻ്റെ മുകളിലോട്ടുള്ളത് പാസ്റ്റൻ സീരീസ്. അതിൽ നിന്ന് മുകളിലോട്ടുള്ളത് നമ്മൾ ബ്രാക്കറ്റ് സീരീസ്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പിഫണ്ട് സീരീസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ n=1, n=2, 3, 4 and 5. ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പോകുന്ന വേവ് ലെങ്ത്തുകളുടെ ഏറ്റവും ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ജസ്റ്റ് മുകളിലത്തെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉണ്ടാവുക. സോ ക്യാൻ സേ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നതും ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതുമാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഇതിന് രണ്ടിൻ്റെയും റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം എനർജി എന്താണ്? E2 - E1 എന്താണ്? E2 - E1 is equal directly proportional to 1/n1 n1 square plus 1/n2 square. Sorry, minus 1/n1 square plus 1/n2 square എന്നാണ് എഴുതുക. ദാറ്റ് വിൽ ബി 1/n2 square minus 1/n1 square. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 square, that is 4 minus 1, that is equal to, അപ്പം നമ്മുടെ ലൈമൻ സീരീസിലുള്ള എത്ര ആയിരിക്കും? -3/4. ഓക്കെ, സിമിലർലി ഫോർ E3 ആൻഡ് E3 വരുമ്പോൾ എത്രയായിരിക്കും? അതായത് നമ്മുടെ 2ൽ നിന്ന് 3ലേക്ക് പോകുന്ന കേസ് എന്തായിരിക്കും? E3 - E2 will be 1/9 minus 1/4. So that will be 5/36 minus 5/36. രണ്ടും നമ്മൾ അതിനെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? That will be minus 3/4 divided by 5/36 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് will get, this will be 9, it will be 3 into 7, so it will be 27/5. so അതിൻ്റെ നേരെ അപ്പോൾ 27/5 our correct answer is, നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? λL/λB ആണ്. സോ ദാറ്റ് വിൽ ബി ലൈമൻ സീരീസിൻ്റെ എനർജീൻ്റെ റേഷ്യോ എന്താണ്? എനർജിയുടെ റേഷ്യോ EL/EB എത്രയാണ്? 27/5 ആണ്. നമ്മൾ ഇതാണ് വെച്ചത്. ലൈക്ക് E is directly inversely proportional to lambda. സോ അതിൻ്റെ നേരെ ഇൻവേഴ്സ് എടുക്കാം. 5/27 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ലിസ്റ്റിൽ നമുക്ക് ലിസ്റ്റ് 1ൽ നമുക്ക് കുറച്ച് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്, റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് ആൻസർ കിട്ടി. 1 അത് ചെയ്തിരിക്കുന്ന റുദർഫോർഡ് ആണ്. റുദർഫോർഡ് എക്സ്പെരിമെൻറ്റ് എന്നാണ് അതിൽ നമ്മൾ പറയാറ്. അടുത്തത് സ്പെക്ട്രൽ സീരീസ് ആരാണ് നോക്കിയതുള്ളത്? അതിൻ്റെ മൂന്നാമത്തത് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ, നാലാമത്തത് അതിന് ന്യൂക്ലിയർ ഫിഷൻ ചെയിൻ റിയാക്ഷൻ. ഓക്കെ, നമുക്ക് സ്പെക്ട്രൽ സീരീസ് ആരാ തന്നിരിക്കുന്നത്? നമുക്കറിയാം, ദാറ്റ് ഈസ് ബൈ ബാൽമർ. സ്പെക്ട്രൽ സീരീസ് കോൺട്രിബ്യൂഷൻ തന്നിരിക്കുന്നത് ബാൽമർ ആണ്. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. പിന്നെ ന്യൂക്ലിയർ ഫിഷൻ നമുക്ക് തന്നിരിക്കുന്ന ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻറിക്കോ ഫെർമി, നമ്മൾ ഫെർമിയിലാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ വാല്യൂസ് ഒക്കെ പറയാറുള്ളത്. ഓക്കെ, സോ ദിസ് വിൽ ബി A3 B1
C4 and D2. ഓപ്ഷൻ നമ്പർ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് according to binding energy curve arrange the following elements in the ascending order of binding energy per nucleon എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൽ എങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ എഴുതണം. ഓക്കെ, സോ നമുക്ക് ബൈൻഡിങ് എനർജി കർവ് എന്താണെന്ന് ഓർമ്മ ഉണ്ടോ? എന്തായിരുന്നു ബൈൻഡിങ് എനർജി കർവ്? നമുക്ക് സാധാരണ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്ലോട്ട് ബിറ്റ്വീൻ the energy required, average binding energy divided by number of nucleons ഉള്ളത് number of nucleons, and this is binding energy. Okay, ഇതിന്റെ ഗ്രാഫ് is somewhat like this. ഇങ്ങനെ ഒരു ഹൈറ്റിലേക്ക് പോയിട്ട് പിന്നെ അതിന് താവുന്നു. ഈ ഏറ്റവും മുകളിലുള്ള സാധനം നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, അത് 56 ലൈക്ക് അയൺ ആയിരുന്നു. പിന്നെ ഈ അറ്റത്തേക്ക് വരുമ്പോൾ ദാറ്റ് ഇസ് യുറേനിയം, ആൻഡ് മൊളിബ്ഡനം ഓൾസോ വാസ് ലെസ് ദാൻ, അത് ഏറ്റവും കൂടുതലുള്ളത് അയണിനാണ്, അതിനുശേഷം ആണ് മൊളിബ്ഡനം വരുന്നത്. സോ മൊളിബ്ഡനം ക്യാൻ ബി ഓവർ ഹിയർ. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഏറ്റവും കുറവ് ഉണ്ടായിരുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ 3 വിൽ ബി ഓവർ ഹിയർ, ഹൈഡ്രജൻ. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് എന്തുണ്ട്, നമ്മുടെ ലിത്തിയവും ഉണ്ടാവും. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ഓർമ്മയുണ്ട്, ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി ഉള്ളത് ലൈക്ക് ഏറ്റവും അയൺ ആണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഡയറക്ട്ലി ഗോ ഫോർ ഏറ്റവും കൂടുതൽ Fe ആണ്. അപ്പോൾ നമ്മൾ Fe അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ ഇ ആയിരിക്കും. പിന്നെ വരുന്നത് ഡി ആണ്. പിന്നെ വരിക ബി ആണ്. പിന്നെ അത് വരിക സി. സോ സി ബി ഡി ഇ എ എന്നുള്ള ഓപ്ഷനിൽ വരുന്നത് ഏതാണ്? ഓപ്ഷൻ നമ്പർ 2. ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ബൈൻഡിങ് എനർജി കർവ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം, എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് NCERT അവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് ഈ ബൈൻഡിങ് എനർജി കർവ്. ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ആ കാര്യം നിങ്ങൾക്ക് അയണാണ് കൂടുതലുള്ളതെങ്കിൽ എന്ന് അറിയുന്നെങ്കിൽ നമുക്ക് ആകെ ഇവിടെ ഒരൊറ്റ ഓപ്ഷനെ കറക്റ്റായിട്ട് വരുന്നുള്ളൂ, കൺഫ്യൂഷൻ ചെയ്യിക്കുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ കാണിക്കുന്ന അയണിന് മാത്രമാണ്. ഓപ്ഷൻ എ നമുക്കത് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാൻ. അതിൻ്റെ രണ്ട് അയൺ കൂടുതൽ വരുന്നിട്ടുള്ള ഓപ്ഷൻ ഒന്നും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് അയണിന് ഏറ്റവും കൂടുതൽ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 nuclei with mass number 216 and 64 have radii R1 and R2 respectively. Then the ratio of R1 by R2. The mass number റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ R0 നമ്മുടെ എംപെരിക്കൽ കോൺസ്റ്റന്റ് R0 a⁻1/3 is equal to R is equal to R0 a⁻1/3. So this is the like നമ്മുടെ റിലേഷൻ. നമ്മുടെ റേഡിയസും നമ്മുടെ മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സോ വി ക്യാൻ റൈറ്റ് R1 by R2 will be equal to a1/1/3 divided by a2/1/3. So this is a1 എത്രയാണ്? 216/1/3. 216/1/3 divided by 64/1/3. എന്തിൻ്റെ ക്യൂബാണ് 64? 4ൻ്റെ ക്യൂബ്. 4ൻ്റെ ക്യൂബാണ് 64 ആൻഡ് 6ൻ്റെ ക്യൂബാണ് 216. So 6/4 it is equal to 3/2. The correct option is option number 1. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ മാത്രം അറിഞ്ഞിരിക്കുമെങ്കിൽ ഇത് സോൾവ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ലീസ്റ്റ് length of wire antenna required for effective transmission of signal of frequency 1 megahertz is given by. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇതെത്രയാണ്? ഫ്രീക്വൻസി mu is equal to 1 megahertz. ഓക്കെ, ഇറ്റ്സ് ഗിവൺ ദാറ്റ് ഈസ് 10⁶ hertz അല്ലേ? അത് നമുക്ക് കിട്ടി. ഇനി അടുത്തത് വേവ് ലെങ്ത് എന്താ കണ്ടുപിടിക്കുക? ലാംഡ is equal to c by mu. So from here wave length will be equal to
3 into 10 raised to 8 divided by 10 raised to 6, that will be equal to 300 meter. ഓക്കെ, നമുക്ക് വേവ് ലെങ്ത് കിട്ടി. വേവ് ലെങ്ത്തും കിട്ടി. നമുക്ക് ഒരു ആൻറ്റിനക്ക് അതിൻ്റെ ട്രാൻസ്മിഷൻ ലൈക്ക് ആൻറ്റിന ലെങ്ത് വിൽ ബി അപ്രോക്സിമേറ്റ്ലി λ/4 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ 300/4 എത്ര ആയിരിക്കും? അപ്രോക്സിമേറ്റ്ലി ദാറ്റ് വിൽ ബി 300/4, ദാറ്റ് വിൽ ബി ഈക്വൽ ടു 75 മീറ്റർ. ഓപ്ഷൻ നമ്പർ 4 ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തറിയാം, ഫോർ എഫക്റ്റീവ് എഫിഷ്യൻറ്റ് റേഡിയേഷൻ റിസപ്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ നമുക്ക് ഒരു ആൻറ്റിനയുടെ ലെങ്ത് ഷുഡ് ബി λ/4 അല്ലെങ്കിൽ ദ വേവ് ലെങ്ത് /4 ആയിരിക്കണം എന്നാണ് പറയാറ്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ കറക്റ്റ് ആൻസർ ഈസ് 75 മീറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ ദി ഡേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഓഫ് എ സിഗ്നൽ ക്യാൻ ബി ചേഞ്ച് ത്രൂ. ആ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നതിന് പേരാണ് മോഡുലേഷൻ. ഓപ്ഷൻ നമ്പർ 2, കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. നമ്മൾ മെയിൻലി ലാസ്റ്റ് മോഡേൺ ഫിസിക്സ് ഭാഗത്തു നിന്നാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, ആ പാർട്ടിൽ നിന്നാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് പറയാം അതൊരു ഭയങ്കര ടഫ് അല്ല. നമുക്ക് കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ, കുറച്ച് ഗ്രാഫുകൾ, നമ്മുടെ ബൈൻഡിങ് എനർജി കർവ് പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് അപ്പം ടെക്സ്റ്റിലുള്ള പല റിലേഷൻസും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പം പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ റിലേഷൻസ് പ്രൊവൈഡഡ് ദാറ്റ് യു നോ ദ റിലേഷൻസ്. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് CUET 2022 ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്രയും അപ്പം നമുക്ക് റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇറ്റ്സ് മോഡറേറ്റ്, ഒരു അത്ര ടഫും അല്ല, ഭയങ്കര ഈസി അല്ല. നമുക്ക് ഈ റിലേഷൻസ് ഒക്കെ അറിയുന്നതുകൊണ്ട് വളരെ എളുപ്പമാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻസും കാര്യങ്ങളൊക്കെ പക്കായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, അപ്പം നമുക്ക് നിങ്ങൾ ഇനി 2023 അല്ലെങ്കിൽ 2024 CUETക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും Prepwise-ന്റെ കോഴ്സ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ലിങ്കും കാര്യങ്ങളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇന്ത്യയിൽ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. നോട്ട്സ്, ടോപ്പിക് ടെസ്റ്റ്, അതേപോലെ തന്നെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു സഹായിയായിട്ട് കൂടെ നിൽക്കാനൊരു മെൻറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഇനി 2023 CUETക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസും CUETയുടെ അപ്ഡേറ്റ്സും കിട്ടണമെങ്കിൽ ഒരു വാട്സപ്പ് ലിങ്ക് ഇട്ട് താഴെ അതിൽ ജോയിൻ ചെയ്യുക. ഇനി 2024 മറ്റൊരു ലിങ്ക് ഇട്ട് താഴെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൽ ജോയിൻ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ബൈ ബൈ, ഹാപ്പി ലേണിംഗ്.